ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല്, നമ്മൾ പലപ്പോഴും കുടുംബജീവിതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തോറ്റു പോണ സന്ദർഭങ്ങളുണ്ടാകും. നമ്മൾ വിചാരിച്ച പോലെയാവില്ല ജീവിതത്തിന്റെ ഗതി പോണത്. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് നന്നാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ജീവിതം. അപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നമ്മൾ കുറെ ടെൻഷൻ അടിക്കും. നമ്മൾ കൂടുതൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കലെന്ന് ഞാൻ പറയുന്നു. നമുക്ക് ചിന്തിക്കലല്ല, നമ്മള് എപ്പോഴും പരിശ്രമശീലരാകും. അപ്പൊ ഇനിയിപ്പൊ ഈ കാര്യം എങ്ങനെയാണ് കിടക്കണെന്ന് വെച്ചാല്, അതിനെ മറികടക്കാൻ വേണ്ടിട്ട് നമ്മള് വീണ്ടും പരീക്ഷ എഴുതില്ല നമ്മള് സ്കൂളില്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. റെസ്റ്റ് കൊടുക്കരുത്. റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നത്. ചിന്തിക്കാൻ ടൈം നമ്മൾ കൊടുക്കരുത്. നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീണ്ടും കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെയാണ്. നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യാനുണ്ടാവും. നമ്മളത് നോക്കണം. ആരോഗ്യം ഉണ്ടാവണം കേട്ടോ. ആരോഗ്യമില്ലാത്തവരോടല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ സഹായം ആവശ്യമില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടല്ല, അവർക്ക് പലതും ചെയ്യാനുണ്ടെന്ന് ലോകത്തില്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാതെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അത് നമുക്ക് ചേർന്നത് നമ്മൾ അതിൽ തെരഞ്ഞെടുത്തിട്ട് നമ്മള് ചെയ്തു തുടങ്ങുക. അതിലങ്ങോട്ട് ഉത്സാഹം വെക്കുക. നമ്മൾ വളരും. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യത ഉണ്ടാവുക, കാൽക്കുലേഷൻ ഉണ്ടാവുക, ഇത്ര ഇന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ഞാൻ ചെയ്തു തീർക്കണം എന്നുള്ള ഉറപ്പുണ്ടാവുക. അലസത കാര്യമില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ വീണ്ടും തോറ്റു പോവാതിരിക്കാനാണ് ജീവിതത്തിൽ. ഒരു സ്ഥലത്ത് തോൽക്കുമ്പോ നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് പിന്നെ പരിശ്രമം. അല്ലാണ്ട് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം പിന്നോട്ട് പോവുക ചെയ്യാം. അത് ഒരിക്കലും ഇടപെടുകയരുത്. അത് നമ്മുടെ കുടുംബജീവിതത്തിലായാലും എവിടെയായാലും. അപ്പൊ നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ പലതവണ വീണു പോകും. ആ വീണു പോകുമ്പോ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും വെളിക്ക് പോവാതിരിക്കാതെ ഇരിക്കാണ്ട് നമ്മള് എണീറ്റ് ഓടണം എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മൾ വീണ്ടും കിടക്കാൻ ഇട കൊടുക്കരുത്. കിടന്നു പോയി. അപ്പൊ നമ്മളെപ്പോഴും എണീറ്റ് അടുത്ത ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഉഷാറായിട്ടിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നും നമ്മുടെ കയ്യിൽ വരും. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാതെ നമ്മുടെ പരിശ്രമത്തിന് വലിയ വാല്യൂ ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പെട്ടുപോയ, ഞാൻ എപ്പോഴും സങ്കടത്തിലാണ്. അങ്ങനെയല്ല. നമ്മൾ സങ്കടത്തിലൊന്നുമല്ല. നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെയാണ്, അലസരായി പോവാണ്. നമുക്ക് ഒരു വിഷമം വരുമ്പോഴേക്കും നമ്മൾ വീണുപോയി. പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് നമ്മള് ഓരോന്ന് ആലോചിച്ച് എന്റെ ജീവിതം ഇങ്ങനെയായി. ഇതിലും കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ അപ്പുറത്തുണ്ട്. കുറെ ആൾക്കാര് ഒന്നിനും പറ്റാതെ, ആരും സഹായത്തിനില്ലാതെ, ഒന്ന് കൈ പിടിച്ച് ആരെങ്കിലും തന്നെങ്കിൽ ഞാനൊന്ന് എണീറ്റ് തന്നേനെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഓരോന്ന് ചെയ്യാനുണ്ടാവും. നമ്മൾ നോക്കാതെയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മളതിലൊക്കെ ഇടപെടണം. ഏത് കാര്യത്തിലായാലും നമുക്ക് യോജിച്ച കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ മുന്നേറി വരണം. നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ് ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നമ്മുടെ ജീവിതം തോൽക്കാനുള്ളതല്ല. നമ്മൾ ജയിച്ച് വരണം. നമ്മുടെ ചിന്തകൾ ഒഴിവാക്കുക. ചിന്ത എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ വേണം. നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക. അത് വന്നു കഴിഞ്ഞാല് നമ്മൾ തളർന്നു പോയി നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ അധോഗതിയിലേക്ക് പോവാം. ഈ നെഗറ്റീവ് ചിന്തയ്ക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ ആളെ എടുത്തുകൊണ്ടുവരാൻ. അത്രയും ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. നമുക്കൊരു വിഷമം വരുമ്പോ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും, ദുഃഖിക്കും. അതൊക്കെ 1-2 ദിവസം അവിടുന്ന് ചാടി എണീക്കണം. നമ്മള് കുട്ടികളെ എക്സാം എഴുതുമ്പോ എങ്ങനെയാ, തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ എക്സാം എഴുതാണ്ടിരിക്കണ്ടോ? ഇല്ല, അവരെഴുതി പാസ്സാവും. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ജയിക്കണം, ജയിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ പോവാൻ എന്നുള്ള ആ ഒരു ഉറപ്പാണ്. അത് ഉത്സാഹമാണ്. ആ ഉത്സാഹത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യത്തില്. നമ്മൾ വീണ് പോകുമ്പോ നമ്മൾ അവിടെ കിടക്കരുത്. അവിടെ നിന്ന് ചാടി എണീറ്റ് നമ്മൾ അടുത്ത പടി ഏതാണ് ജയിക്കാനുള്ള വഴി നോക്കണം. ചീത്ത വഴികളല്ല, നല്ല വഴികൾ തിരഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലായാലും വാർത്തകളിലായാലും നമ്മുടെ മക്കള് ഈ കഞ്ചാവിനും
മയക്കുമരുന്നിനൊക്കെ അടിമകളാന്ന് പറയുമ്പോൾ വിഷമം തോന്നും. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇന്നാണ് ഞാൻ വാർത്തയിൽ കേട്ടത്, ഒരു 15 വയസ്സായ 5ൽ പഠിക്കുന്ന കുട്ടീനെ 15 വയസ്സായ കുട്ടികളാണ് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത്. അപ്പോ ഇതൊക്കെ നമ്മുടെ നാട്ടില് നടക്കാണ്. എന്താ കുട്ടികളുടെ ജീവിതത്തിന്റെ ഗതി പോണത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രം പറ്റുള്ളൂ. മനസ്സിലായി? കുട്ടികളുടെ കാര്യമല്ലാണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുക അപ്പൊ ആരും നമ്മളെ എത്ര ഉയർത്തി കൊണ്ടുവന്നാലും നമ്മൾ വീണു പോലെ നമ്മുടെ ഉത്സാഹം, നമ്മുടെ ശ്രദ്ധ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഉണർവ് നമുക്ക് സ്വയം ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. നമ്മൾ എപ്പോഴും വീണു പോണൊരു മനസ്സാണെങ്കിൽ വലിയ ഉയർച്ച ഉണ്ടാവില്ല. അതുപോലെ അലസരായിട്ട് ജീവിക്കുക, അതും നമ്മുടെ ഉയർച്ചേനെ മുരടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മടി ഭയങ്കര പ്രശ്നമാണ്. നമ്മളെപ്പോഴും ഉണർവോടുകൂടി നിൽക്കണം. നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മളവിടെ ചാടി എണീറ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. വീണ് നമ്മൾ കിടക്കണം, ഒന്നിനും പറ്റാതെ. ആ സമയത്ത് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള അവകാശമുള്ളൂ. അതുവരെ നമ്മൾ ഓരോ കാര്യങ്ങളും വ്യാപൃതരായി നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള വീടുകൾ വളരുള്ളൂ. അവിടെയാണ് നമുക്ക് ജീവിക്കാൻ കുട്ടികൾക്ക് സുഖവും. അതുപോലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന അപ്പനമ്മയാവണം നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും. അല്ലാതെ നമ്മൾ അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തു അതൊന്നും ആർക്കും പറ്റും. അതൊരു ഗാർഡിയന് പറ്റുന്ന കാര്യമാണ്. ഗാർഡിയനല്ല, അപ്പനമ്മ എന്ന് പറഞ്ഞാല് നമ്മൾ അവരുടെ എല്ലാം ആണ്. അപ്പൊ നമ്മളെപ്പോഴും അവരുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ തോൽവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ എണീറ്റ് ഓടുക. ഒരു സ്ഥലത്തുനിന്ന് വീണ അവിടെ നിന്ന് എണീറ്റ് ഓടി അടുത്ത ജയിക്കാൻ വഴി എന്താണ് നമ്മൾ തപ്പി കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.